രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 162 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 163 മുതലുള്ള ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല 163-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിപാദിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാഹുകും ഇലാഹുൻ വാഹിദ് لا إله إلا هو الرحمن الرحيم وإلهكم إله واحد. നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ ഇലാഹും വാഹിദ്, ഏക ഇലാഹാകുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ വേറൊരു ഇലാഹില്ല. അവൻ എങ്ങനെയുള്ള ഇലാഹാണ്? അർ-റഹ്മാനു അർ-റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല. അവനാകട്ടെ ഏക ഇലാഹാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. തഫ്സീറുകളൊക്കെ ആ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും അതേപോലെ തന്നെ ഇബ്നുൽ ജൗസിയും ഇബ്നു ജരീർ അത്ത്-തബരിയും ഇങ്ങനെയുള്ള പ്രഗത്ഭരായ തഫ്സീറുകളെല്ലാം പറയുന്നത് ഈ ആയത്തുകൾ, ഇതിനെ തുടർന്ന് വരുന്ന ആയത്തുകളും അവതരിക്കാനുള്ള കാരണം, ഒന്ന്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുമായിരുന്നുവെന്നാണ്. അന്നഹും ലമ്മ ഖാലു ഉൻസുബ് ലനാ റബ്ബക് വസിഫ്ഹു. നബിയെ, താങ്കൾ അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ആ അള്ളാഹു ആരാണെന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? വസിഫ്ഹു, ആ റബ്ബിനെ പറ്റി ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണം, അവൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞു തരണം, ആ റബ്ബിൻ്റെ നസബ പറഞ്ഞു തരണം. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധിച്ചിരുന്നത് ആരെയാണ്? അവർ കാക്കക്കാരണവന്മാരെയാണ് അവർ ആരാധിച്ചിരുന്നത്. അവർക്ക് തലമുറകളുണ്ട്. ആ ആരാധ്യന്മാർക്ക്, ദൈവങ്ങൾക്ക് തലമുറകൾ പറയാനുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ തലമുറ പറഞ്ഞു തരണം, അള്ളാഹുവിൻ്റെ വിശേഷണം പറഞ്ഞു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അവർ പറയുമായിരുന്നു എന്നാണ്. ഈ സന്ദർഭത്തിലാണ് വ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന ആയത്ത് അവതരിച്ചതെന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ സൂറത്തുൽ ഇഖ്ലാസും അവതരിച്ചു വന്നു. ഈ ആയത്തും സൂറത്തുൽ ഇഖ്ലാസും ഒരുമിച്ചാണ് അവതരിച്ചതെന്ന് ചില തഫ്സീറുകളിൽ നമുക്ക് അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. കാരണം സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുമ്പോൾ ആ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അവതരണം പറയുന്നിടത്തും കാണാം, മുശ്രിക്കുകൾ നബിയോട് വന്ന് ചോദിച്ചു, നസാറാക്കൾ നബിയോട് വന്ന് ചോദിച്ചു, ജൂതന്മാർ നബിയോട് വന്ന് ചോദിച്ചു, ഉൻസുബ് ലനാ റബ്ബക്, താങ്കളുടെ റബ്ബിനെ പറ്റി ഞങ്ങൾക്ക് വിശദീകരിച്ചു തരൂ. ക്രിസ്ത്യാനികൾക്ക് ആപ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നൊരു സൂറത്താണേത്? സൂറത്തുൽ ഇഖ്ലാസ്. അതേപോലെ തന്നെ മദീനയിലെയും മക്കയിലെയും മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സൂറത്താണേത്? സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസിനോടൊപ്പമാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നതാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, കുഫാർ ഖുറൈശികളുടെ കുഫാറുകൾ, നമ്മൾ ഇത്ര നേരം പറഞ്ഞ മദീനയിലെ ബഹുദൈവാരാധകരെ പറ്റിയാണ്. എന്നാൽ മക്കയിലെ ബഹുദൈവാരാധകരായ ഖുറൈശികൾ തന്നെ ഒരു പ്രവാചകൻ അവരിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞ എന്താ? ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്, ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യമാണ് ഒരു ഇലാഹ് എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ പോയാൽ അവിടെ ഒരു ഇലാഹ് ഉണ്ടാകും. ഇനി ഏതെങ്കിലും നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുറേ ഇലാഹുകളെയും ചുമന്നുകൊണ്ടാണ് അവരെന്ത് ചെയ്യുക? അവർ പോവുക. അവരുടെ കയ്യിലുള്ള ഇലാഹുകളെ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടാലോ പുതിയൊരു ഇലാഹിനെ അവരെന്ത് ചെയ്യും? മൺകൂന കൊണ്ടുണ്ടാക്കുമെന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഇലാഹ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തൃപ്തിപ്പെടാൻ വലിയ പ്രയാസമാണ്.
ചോദിച്ചത് എങ്ങനെയാണ് കൈഫ യസഉ الناس ഇലാഹും വാഹിദ്, എല്ലാ ജനങ്ങൾക്കും കൂടി എങ്ങനെ ഒരു ഇലാഹ് മതിയാകും? അതൊരു വല്ലാത്ത ചോദ്യമാണ് അല്ലേ? എല്ലാ മനുഷ്യർക്കും ഒരു ഇലാഹോ? അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് മക്കയിലെ ഖുറൈശികൾക്ക് ഓരോ ഗോത്രങ്ങൾക്കും എന്തുണ്ടായിരുന്നു? ഓരോ ഇലാഹുകൾ ഉണ്ടായിരുന്നു. ചില ഗോത്രങ്ങൾക്ക് പ്രത്യേകം വേറെ കഅബ വരെ ഉണ്ടായിരുന്നു എന്നുണ്ട്, ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ വ്യത്യസ്തമായ ദൈവങ്ങളും വ്യത്യസ്തമായ കഅബകളും കൊണ്ട് നടന്നിരുന്ന ഒരു സമൂഹത്തിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയാണ് ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ഏകനാണ്, വാഹിദാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ടതാണ് എന്ത്? അൽ വാഹിദ്. അള്ളാഹു ഒന്നാണ്, അള്ളാഹു രണ്ടില്ല. ഇലാഹുകൾ എന്തില്ല? രണ്ടുണ്ടാവില്ല. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അവൻ വാഹിദാകണം, അവൻ അഹദാകണം, അവൻ അസ്വമദാകണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസിൽ തുടക്കത്തിൽ തന്നെ എന്ത് പറഞ്ഞു? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു അസ്വമദ്. അപ്പോൾ അഹദാകണം, വാഹിദാകണം, സ്വമദാകണം, എങ്കിലേ ഒരാൾ ഇലാഹാകുള്ളൂ എന്നാണ്. ഇനി ആ ഇലാഹിനെ പറ്റി പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? ആ ഇലാഹിൻ്റെ വിശേഷണം കൂടി പറഞ്ഞുതരാൻ പറഞ്ഞു. സിഫ്ഹു, ആ അള്ളാഹുവിൻ്റെ വിശേഷണം കൂടി പറഞ്ഞു തരൂ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത എന്താ? ആ ഇലാഹാരാണ്? ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായിട്ടുള്ളവനല്ലാതെ ഒരു ഇലാഹില്ല. മക്കയിലെ മുശ്രിക്കുകളും മദീനയിലെ മുശ്രിക്കുകളും ഇവർക്കൊന്നും റഹ്മാനായ റബ്ബിനെ അറിയില്ല എന്നാണ്. റഹീമായ റബ്ബിനെ അവർക്ക് പരിചയമില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ പരിചയപ്പെടുത്താൻ തിരഞ്ഞെടുത്ത രണ്ട് നാമങ്ങളാണ് അല്ലാഹ് റഹ്മാനും അല്ലാഹ് റഹീമുമാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇലാഹിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് എന്തുണ്ടാകണം? അങ്ങേയറ്റം പ്രതീക്ഷയുണ്ടാകണം. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇസ്ലാമിൻ്റെ ഏത് കാര്യവും മനുഷ്യർക്ക് ഹോപ്പ് നൽകുന്നതാണ്, പ്രതീക്ഷ നൽകുന്നതാണ്. എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് എന്തിനാണ്? എല്ലാ മനുഷ്യരും ഒരു പ്രതീക്ഷയോടെയാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ ദുനിയാവിലെ ജീവിതത്തിന് എല്ലാ മനുഷ്യർക്കും ഒരു പ്രതീക്ഷയുണ്ട്, ഹോപ്പുണ്ട്. എന്നാൽ ഈ ഇസ്ലാമിൻ്റെ ദൈവത്തെ സംബന്ധിച്ച് തന്നെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? പ്രതീക്ഷ നൽകുന്ന ദൈവം. ഒരു മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന ഇലാഹിനെയാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റഹ്മാനും റഹീമും എന്ന് പറയുന്ന രണ്ട് നാമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെച്ചത്. ഇനി എന്തുകൊണ്ടാണ് റഹ്മാനും റഹീമും എന്ന് അള്ളാഹിനെ പരിചയപ്പെടുത്തിയത്? അതും നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളെയൊക്കെ, അതായത് വലിയ ഗൗരവമുള്ള, ശിക്ഷ മാത്രം ചെയ്യുന്ന, അതല്ലെങ്കിൽ റഹ്മത്തില്ലാത്ത ദൈവങ്ങളെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറില്ലേ, കാളി ദേവി, ഭദ്രകാളി, അല്ലേ? ദൈവങ്ങളെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? കോപം മാത്രം നൽകുന്ന ദൈവങ്ങളായിട്ടാണ് നമ്മുടെ നാട്ടിലെ ദൈവങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തുക. റഹ്മത്ത് നൽകുന്ന ദൈവങ്ങളെപ്പറ്റി നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ ഒരു ദൈവമോ റഹീമായ ഒരു ഇലാഹോ അതൊരു പുതിയ സംഗതിയാണല്ലോ എന്നായിരുന്നു അവർ ചോദിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ 25-ാമത്തെ അധ്യായം അതിൻ്റെ 60-ാമത്തെ വചനം എല്ലാവരും ഒന്നെടുത്തേ. 25-ാമത്തെ സൂറത്തുൽ ഫുർഖാനിൻ്റെ 60-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വഇദാ ഖീല ലഹുമുസ്ജുദൂ ലിർറഹ്മാൻ, റഹ്മാനായ റബ്ബിനെ സുജൂദ് ചെയ്യാൻ പറയപ്പെട്ടാൽ, അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഖാലു വമർ റഹ്മാൻ. ഏത് റഹ്മാൻ? എന്ത് റഹ്മാൻ? ആ റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ അതെന്ത് റഹ്മാനാണെന്ന് ചോദിക്കുന്നു, ഏത് റഹ്മാനാണെന്ന് ചോദിക്കുന്നു. അവർക്ക് റഹ്മാനായ ഒരു ദൈവത്തെപ്പറ്റി പരിചയമേ ഇല്ല. അതിൻ്റെ മറ്റൊരു ഉദാഹരണം ഹദീസുകളിൽ ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഹുദൈബിയ സന്ധി രേഖപ്പെടുത്തുന്ന സമയത്ത്, ഹുദൈബിയയുടെ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് ആദ്യം എഴുതുന്നത് എന്താണെന്നറിയോ? എന്താ എഴുതിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് എഴുതിയത്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവാണ് ഇത് ആ എഴുത്തിൽ, കിതാബത്തിൽ എഴുതുന്നത്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ലാ നക്തുബു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല,
ഞങ്ങൾ ഒരിക്കലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതൂല. വലാക്കിൻ എന്നാൽ ഉക്തുബ് നിങ്ങൾ എഴുതണം ബിസ്മിക്കല്ലാഹുമ്മ, ബിസ്മിക്കല്ലാഹുമ്മ അള്ളാഹുവേ നിൻ്റെ നാമത്തിൽ എന്നെഴുതാം. പക്ഷെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറ്റൂല. കാരണം എന്താ? റഹ്മാനും റഹീമുമായ ഒരു അള്ളാഹുവിന് ഞങ്ങൾക്ക് എന്തില്ല? പരിചയമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഓക്കെ ബിസ്മിക്കല്ലാഹുമ്മ എന്നെഴുതിക്കോ. അത് നമുക്കൊരിക്കലും എന്തല്ല, എതിരല്ല. കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ എന്തുണ്ട്? ബിസ്മിക്കല്ലാഹുമ്മ എന്ന് തുടങ്ങുന്നുണ്ട്. അടുത്ത വാചകം എഴുതി. എന്താണ് ഈ എഗ്രിമെൻ്റ്? ആരിൽ നിന്നാണ്? മിൻ മുഹമ്മദിൻ റസൂലുള്ളാ, അള്ളാൻ്റെ റസൂൽ മുഹമ്മദിൽ നിന്ന്. അപ്പോൾ അവരുടെ ചോദ്യം എന്താണെന്നറിയോ? താങ്കൾ മുഹമ്മദ് അള്ളാൻ്റെ റസൂലായിരുന്നെങ്കിൽ താങ്കളെ ഞങ്ങൾ കൊല്ലാൻ വരില്ലായിരുന്നല്ലോ. ചോദ്യമാണ്. താങ്കളെ ഞങ്ങൾ കൊല്ലാൻ വരില്ലായിരുന്നു, അള്ളാൻ്റെ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ. ഞങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ടാണല്ലോ താങ്കളെ ഞങ്ങൾ കൊല്ലാൻ ഒരുങ്ങിയത്. അപ്പം അതും നടക്കൂല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അവർ പറയാണ് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതിക്കോ, അത് ഞങ്ങൾ അംഗീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ എഴുതിക്കോ. അലി റളിയല്ലാഹു അൻഹുവിന് അത്രയാണ്ട് ഇഷ്ടപ്പെട്ടില്ല. കേട്ടുന്ന പല സ്വഹാബികൾക്കും സൂചിച്ചില്ല. കാരണം എഴുതുന്നത് ആര് പറയുന്നത് പോലെയാണ്? മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത് പോലെ എഴുതുകയാണ്. പക്ഷെ ആ എഴുത്തുന്നതൊന്നും ഇസ്ലാമിനോ പ്രവാചകനോ എന്താകുന്നില്ല? എതിരാകുന്നില്ല. എതിരാകാത്തിടത്തോളം പ്രവാചകൻ എന്ത് ചെയ്തു? വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി, വലിയൊരു നന്മയ്ക്ക് വേണ്ടി, ഒരു ഹിക്മത്ത് പ്രവാചകനോട് ഉപയോഗിക്കാൻ എഴുതാൻ. പക്ഷെ കൂടെ നിന്ന സ്വഹാബികൾക്ക് അത് എത്ര എന്ത് ചെയ്തില്ല? ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ വഹി ഇറങ്ങുന്ന പ്രവാചകൻ അറിയാം ഇതിൻ്റെ അവസാനം എന്താണ്, അന്തിമം എന്തായിരിക്കും. വലിയൊരു വിജയം വരാനുണ്ട്, വലിയൊരു നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നൊരു വിജയം എത്താനുണ്ട് എന്ന് പ്രവാചകൻ അറിയാം. പ്രവാചകൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്നാമതായി അവർ തിരുത്തിച്ച വാചകം ഏതാണ്? അർ റഹ്മാനു അർ റഹീം. ഈ രണ്ട് നാമങ്ങൾ അവർ കട്ടിയിക്കണം. അപ്പോൾ അവർക്ക് റഹ്മാനും റഹീമുമാണെന്നുള്ള അള്ളാൻ അവർക്ക് പരിചയമേ അവർക്കില്ല. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു ആരാണ്? റഹ്മാനാണ്, അള്ളാഹ് റഹീമാണ്. ഇസ്ലാം അള്ളാഹിനെപ്പറ്റി പരിചയപ്പെടുത്തുമ്പോൾ കേൾക്കുന്ന വ്യക്തിക്ക്, ആദ്യമായി അള്ളാഹുവിനെ പരിചയപ്പെടുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹിനെപ്പറ്റി ആദ്യമായി കേൾക്കുന്നൊരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകണം. ഞങ്ങളുടെ ഇലാഹ് റഹ്മാനാണ്, ഞങ്ങളുടെ ഇലാഹ് റഹീമാണ്. നബിയോട് പറഞ്ഞില്ലേ, നബി ഇബാദി, നബിയെ എൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കണം ഞാൻ ആരാണ്. അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്കുക. അള്ളാഹിനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അള്ളാഹിൻ്റെ ശിക്ഷയെ പറ്റിയല്ല പറയേണ്ടത്, ആദ്യം കോപത്തെ പറ്റിയല്ല പറയേണ്ടത്. പിന്നെയോ ആദ്യം അള്ളാഹു റഹ്മാനാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, റഹീമാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. പ്രതീക്ഷയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി പറയുന്നിടത്ത് പോലും അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തിയ നാമം ഏതാ? റഹ്മാൻ എന്നാണ്. സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനം നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെപ്പറ്റി പറയുന്നിടത്ത് കാണാൻ കഴിയും റഹ്മാൻ എന്ന നാമം ഉപയോഗിച്ചു. സൂറത്തുൽ മറിയം എടുത്തു നോക്കൂ. അവിടെ അള്ളാഹുവിന് സന്താനമുണ്ടായി എന്ന് പറയുന്ന ഒരു വലിയ കൊടും പാതകം അവർ പറഞ്ഞപ്പോൾ ആകാശം പൊട്ടിപ്പിളരാറായി എന്നാണ്, ഭൂമി വിണ്ടുകീറാറായി എന്നാണ്, പർവ്വതം താഴെ വീഴാറായി എന്നാണ്. അപ്പോഴും അവിടെ പരിചയപ്പെടുത്തിയത് ആരെപ്പറ്റിയാണ്? റഹ്മാനായ റബ്ബിനെ പറ്റിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മറുപടി കൊടുക്കുന്നിടത്ത് പോലും, ശത്രുക്കളോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നിടത്ത് പോലും റഹ്മത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ഭയപ്പാടല്ല, പിന്നെയോ പ്രതീക്ഷയാണ്, ഹോപ്പാണ് നൽകേണ്ടത്. കാരണം ഒരു മനുഷ്യന് ഇനിയും ഈ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ എന്തു കൊടുക്കണം? പ്രതീക്ഷ കൊടുക്കണം. നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കണ മനുഷ്യനോട് പോയിട്ട് നമ്മൾ അവൻ അനുഭവിക്കണ വേദനകളെപ്പറ്റി ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേ? ഒരു രോഗിയാണ്, ആ രോഗിയുടെ അടുക്കൽ പോയിട്ട് നമ്മൾ അവൻ്റെ രോഗത്തെപ്പറ്റി കൂടുതൽ വർണ്ണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. രോഗത്തിന് ശേഷം ഇനി എന്തവന് കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത്. മരണപ്പെട്ടു പോയ ആളുകളുടെ അടുക്കൽ ആ മരണത്തെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുശേഷം അവർക്ക് എന്ത് കിട്ടുമെന്ന് പറയണം. ഇതുപോലെ അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ എന്ത് കിട്ടും? അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും, ആ റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം കിട്ടും, മരണാനന്തര ജീവിതം അവന് വിജയം ലഭിക്കും. ഇങ്ങനത്തെ പ്രതീക്ഷകൾ നൽകാനാണ് റഹ്മാനും റഹീമും എന്ന നാമങ്ങൾ എന്ത് ചെയ്യണത്?
നമ്മെ പഠിപ്പിക്കണത്. ഇനി എന്താ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം? എന്താ നാമത്തിൻ്റെ അർത്ഥം? അർ റഹ്മാൻ, അർ റഹീം. ഈ രണ്ട് നാമത്തിലും ഏത് സിഫത്താണ് ഉള്ളത്? കാരുണ്യം എന്ന സിഫത്താണ്. റഹ്മത്ത്. അല്ലാഹ് ആരാണ്? റഹ്മത്തുള്ളവനാണെന്ന് അറിയിക്കുന്ന രണ്ട് നാമങ്ങളാണ് റഹ്മാനും റഹീമും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും ഇതിനെ എന്താക്കിയിട്ടുണ്ട്? പരസ്പരം ഈ രണ്ട് വാക്കുകളെയും രണ്ട് നാമങ്ങളെയും ഒരുമിപ്പിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു, പിന്നെ എന്തിനാ റഹീം പറഞ്ഞത്? അപ്പോൾ ഈ രണ്ട് നാമങ്ങൾക്കും എന്തുണ്ട്? അർത്ഥത്തിൻ്റെ തലങ്ങളിൽ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാരിതിനെ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളവൻ, റഹീം എന്ന് പറഞ്ഞാൽ ആ റഹ്മത്ത് നൽകുന്നവൻ. റഹ്മത്ത് ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതെന്ത് ചെയ്യാൻ പറ്റണം? നൽകാൻ കഴിയണം. അപ്പം റഹ്മത്തുള്ളവൻ എന്നർത്ഥമാണ് റഹ്മാൻ, റഹ്മത്ത് നൽകുന്നവൻ എന്നർത്ഥമാണ് റഹീം. രണ്ടാമത്തൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ പടപ്പുകളോടും അള്ളാഹ് എന്ത് കാണിക്കും? റഹ്മത്ത് കാണിക്കും. അത് കാഫിറിനോടും കാണിക്കും, മുസ്ലിമിനോടും കാണിക്കും, മുവഹിദിനോടും കാണിക്കും, മുശ്രിക്കിനോടും കാണിക്കും. എല്ലാ മനുഷ്യരോടും അള്ളാഹ് എന്ത് കാണിക്കും? അവൻ്റെ റഹ്മത്ത് അവൻ നൽകും. എന്നാൽ റഹീം എന്ന് പറഞ്ഞത് എന്തിനാണ്? അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് മാത്രം അള്ളാഹ് എന്ത് കൊടുക്കും? ഒരു പ്രത്യേക റഹ്മത്ത് അള്ളാഹ് എന്ത് ചെയ്യും? മാറ്റിവെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല ഖലഖല്ലാഹു റഹ്മ 900 ജുസ്ഇൻ, 100 ഭാഗങ്ങളായി അള്ളാഹ് എന്ത് ചെയ്തു? റഹ്മത്തിനെ ഭാഗിച്ചു. 100 ഭാഗങ്ങൾ. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഇട്ടു തന്നിരിക്കുന്നത് ഒരു ഭാഗം മാത്രമാണ്. ബാക്കി 99 ജുസ്അൻ, 99 ഭാഗങ്ങളെയും അള്ളാഹു പരലോകത്തേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? മാറ്റിവെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. 100 കാരുണ്യത്തിൽ ഒരു ഭാഗം മാത്രം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരണം പറഞ്ഞതെന്നറിയോ? ഒരു കുതിര അതിൻ്റെ കുഞ്ഞിൻ്റെ മേലെ അതിൻ്റെ കാല് തട്ടാതിരിക്കാൻ വേണ്ടി കാല് തട്ടുമെന്ന് കാണുമ്പോൾ കുളമ്പൊന്ന് പൊക്കുന്നത് പോലും അള്ളാൻ്റെ കാരുണ്യമാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് തൻ്റെ കുഞ്ഞിൻ്റെ മേലെ കാല് തട്ടും എന്ന് വിചാരിച്ച് കുളമ്പ് ഒന്ന് പൊക്കി മാറ്റുന്നത് പോലും അള്ളാൻ്റെ കാരുണ്യമാണ്. അപ്പോൾ റബ്ബിൻ്റെ എവിടെയൊക്കെ കാരുണ്യത്തിൻ്റെ ഒരു അംശമുണ്ടോ അതെല്ലാം ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, റഹ്മത്തിനേക്കാളും വ്യാപ്തിയുള്ളതാണ് ഏത്? റഹീം. വിശ്വാസികളെപ്പറ്റി പറയുമ്പോഴൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അവൻ റഹീമാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അങ്ങനെ ഒരു വിശേഷണമുണ്ട്. നബിയെപ്പറ്റിയും ഖുർആൻ എന്താ പറഞ്ഞത്? വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമാണെന്ന് പറഞ്ഞു. ആ റഹീം ഏതർത്ഥത്തിലാണ്? അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിൽ നിന്ന് കിട്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായത്? റഹീമായത്. ആലോചിക്കണം. അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിൽ നിന്ന് ഒരംശമാണ് അള്ളാഹ് ഇവിടെ വെച്ചത്. അതിൽ നിന്ന് കിട്ടിയ കാരുണ്യം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് ആരായത്? റഹീമായത്, കാരുണ്യവാനായത്. അപ്പോഴും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എപ്പോഴും എന്ത് ചെയ്യുക? ഉയർന്നു നിൽക്കുക. പണ്ഡിതന്മാർ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം കൂടി കൊണ്ടുവരുന്നുണ്ട്. എന്താണ്? അദ്ദേഹം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല 2 സൂറത്തുകളിലായി അള്ളാഹുവിൻ്റെ നാമങ്ങൾ രേഖപ്പെടുത്തിയെന്നാണ്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇസ്മുല്ലാഹിൽ അഅ്ദം ഫി ഹാതൈനിൽ ആയതൈൻ. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ നാമങ്ങൾ ഈ 2 ആയത്തുകളിലാണ്. ഏതൊക്കെയാണത്? വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം എന്ന ആയത്തിലും അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആലു ഇമ്രാനിലെ ആയത്തിലുമാണ്. അതുകൊണ്ടാണ് ചില ഹദീസുകളിൽ കാണാം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ നാമങ്ങൾ ഉൾക്കൊള്ളുന്നത് സൂറത്തുൽ ബഖറയിലും സൂറത്തു ആലു ഇമ്രാനിലുമാണ്. ആരെങ്കിലും അള്ളാഹുവിനെ വിളിക്കുകയാണെങ്കിൽ ആ നാമം കൊണ്ട് വിളിക്കണമെന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? യാ റഹ്മാൻ, യാ റഹീം, യാ ഹയ്യു, യാ ഖയ്യൂം. നിശ്ചയം നമ്മുടെ ഹദീസുകളിൽ കാണാം ഹയ്യുൽ ഖയ്യൂം എന്ന നാമങ്ങൾ വെച്ച് അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യും? ഉത്തരം തരുമെന്നാണ്. അതുപോലെ തന്നെ റഹ്മാനും റഹീമും എന്ന നാമം വിളിച്ച് അള്ളാഹിനോട് തേടിയാൽ അള്ളാഹു ഉത്തരം ചെയ്യുമെന്നാണ്.
അപ്പോൾ റബ്ബിൻ്റെ മഹത്തരമായ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന 2 ആയത്തുകൾ ഏതൊക്കെ സൂറത്തിലാണ്? സൂറത്തുൽ ബഖറയിലും സൂറത്തു ആലി ഇമ്രാനിലുമാണ്. ബഖറയിലെ 163-ാമത്തെ ആയത്തും ആലി ഇമ്രാനിലെ 1-2 ആയത്തുകളുമാണ്. അപ്പോൾ നോക്കൂ, നമുക്കറിയാം, നമ്മൾ രാവിലെ വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമായ ഖിത്അതു കബ്ദി, എൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് പ്രവാചകൻ വിളിച്ച തൻ്റെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. ഫാത്തിമ, നീ രാവിലെ ആയാൽ, നീ വൈകുന്നേരമായാൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. എന്താ അതിൻ്റെ അർത്ഥം? യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗീസു, ഞാൻ സഹായം ചോദിക്കുന്നു, അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എന്ത് ചെയ്യണം? അസ്ലിഹ്, എളുപ്പമാക്കി തരണം, നന്നാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എൻ്റെ കാര്യങ്ങൾ എന്നിലേക്ക് ഏൽപ്പിക്കരുത്. ഈ പ്രാർത്ഥന നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ ഇസ്മുമുണ്ട്, അള്ളാഹുവിൻ്റെ സിഫത്തുമുണ്ട്. യാ ഹയ്യ് അള്ളാഹുവിൻ്റെ നാമമാണ്, യാ ഖയ്യൂം അള്ളാഹുവിൻ്റെ നാമമാണ്. പിന്നെയോ ബിറഹ്മതിക അസ്തഗീസു, അള്ളാഹുവിൻ നിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എന്തും വന്നു? സിഫത്തും വന്നു. അപ്പോൾ ഇവിടെ ഹയ്യ്, ഖയ്യൂം, റഹ്മത്ത്, 3 കാര്യങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുന്നൊരു ദുആയാണിത്. ഈ ദുആ ഇതൊരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ സ്നേഹിച്ച പ്രവാചകൻ്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഇത് പ്രത്യേകമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സ്നേഹത്തിൽ നിന്നായിരിക്കും ആ പ്രാർത്ഥന പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക. അപ്പോൾ ആ സ്നേഹം നമുക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് കാണിച്ച സ്നേഹം നമ്മളോടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന നമ്മളൊക്കെ ചൊല്ലേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കരുത്. എത്ര ധൃതി ഉണ്ടെങ്കിലും, എത്ര സമയമില്ലായ്മ ഉണ്ടെങ്കിലും നമ്മളത് പ്രാർത്ഥിക്കണം. സമയം കണ്ടെത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു 30 സെക്കൻഡ് പോലും നമുക്കത് പറയാൻ വേണ്ട, 30 സെക്കൻഡ് വേണ്ട. പക്ഷെ നമ്മുടെ ഒരു ദിവസത്തെ 24 ഹവറിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദിവസത്തെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 30 സെക്കൻഡ് പോലും വേണ്ടാത്ത, ആവശ്യമില്ലാത്തൊരു പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഏതൊക്കെയുണ്ട്? ഹയ്യും ഖയ്യൂമും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം എന്ന ആയത്ത് ഓതി കൊടുത്തപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്തു? അവർ തെളിവ് ചോദിച്ചു. അള്ളാഹു മാത്രമാണ് ഏക ഇലാഹ് എന്നതിൻ്റെ തെളിവെന്താണ്? അല്ല ഇലാഹാണെന്ന് നബി പറയുമ്പോൾ അതിൻ്റെ തെളിവെന്താണ്? ആ തെളിവാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഓതിക്കൊടുക്കുന്നത്. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ് ബഅദ മൗതിഹാ വബث ഫീഹാ മിൻ കുല്ലി ദാബ്ബഹ് وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ഈ ആയത്താണ് നിങ്ങളുടെ ഇലാഹ് റഹ്മാനായ റഹീമായ അള്ളാഹു ഏകനാണെന്നതിൻ്റെ തെളിവ്. എന്താ ഈ ആയത്ത് ഓതി കൊടുക്കാൻ കാരണം? പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ വെച്ച് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരിൽ വിശ്വാസം ഉണ്ടായിരുന്നു? അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആകാശത്തെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവരെന്തു പറയും? അള്ളാഹുവാണ്. ഭൂമിയെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്.
ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തന്ന് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടാക്കി തരുന്നത് ആരാണെന്നും കൂടി ചോദിച്ചു നോക്ക് നബിയെ. അപ്പോഴും പറയും ലയഖൂലുന്നല്ലാ, അള്ളാഹു ആണെന്ന്. എന്നാൽ സൂര്യനെ ചന്ദ്രനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണെന്നും കൂടി ചോദിച്ചു നോക്ക് നബിയെ. അപ്പോഴും പറയും ലയഖൂലുന്നല്ലാ. അപ്പം നബിയോട് പറഞ്ഞറിയാം അൽഹംദുലില്ലാ പറഞ്ഞു. അവർ അവിടം വരെ എത്തി. ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിപ്പോയത്? അതായത് രക്ഷാകർത്തൃത്വത്തിൽ, അതല്ലെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ചതിൽ അള്ളാഹു ഏകനാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ അല്ല തന്നെയാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു സൃഷ്ടികർത്തൃത്വത്തിൽ അല്ലെങ്കിൽ രക്ഷാകർത്തൃത്വത്തിൽ ഏകനാണെങ്കിൽ അവൻ മാത്രമാണ് ആരാധ്യതയിലും ഏകൻ. അപ്പം അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ ഏകനാണെന്ന് തെളിവായി കൊണ്ടുവരുന്നത് ഏതാണ്? റുബൂബിയത്തിലെ ഏകത്വമാണ്. എപ്പോഴും അള്ളാഹു ഏകനാണ്, അള്ളാഹ്ക്ക് മാത്രമാണ് ഇബാദത്ത് കൊടുക്കേണ്ടത് എന്നത് സ്ഥാപിക്കാൻ ഖുർആൻ കൊണ്ടുവരുന്നത് എന്തിനെയാണ്? റുബൂബിയത്തിലുള്ള ഏകത്വത്തെയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലോ? നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. മക്കയിലെ മുശ്രിക്കുകളെക്കാളും വലിയ വാദങ്ങളാണ് കൊണ്ടുവരുന്നത്. കാരണം മക്കയിലെ മുശ്രിക്കുകൾക്ക് ഈ കാണുന്ന ലോകത്തിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റെ മുദബ്ബിറും ആരാണെന്ന് ചോദിച്ചാൽ അവർ എന്താ മറുപടി കൊടുക്കുക? അള്ളയാണെന്ന് പറയും. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ സമസ്തക്കാരോട് ചോദിച്ചാലോ അവർ പറയും അത് CM വലിയുള്ളയാണെന്ന് പറയും, CM മടവൂരാണെന്ന് പറയും. ഒരു 10 കൊല്ലം മുമ്പായിരുന്നെങ്കിലോ മുഹീദ്ദീൻ ഷെയ്ഖാണെന്ന് പറയും, റിഫായി ഷെയ്ഖാണെന്ന് പറയും. ഒരു 10 കൊല്ലം കൂടി മുന്നിലായിരുന്നെങ്കിലോ അത് ബദരീങ്ങളാണെന്ന് പറയും. ഇനിയൊരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ വേണ്ട, 10 കൊല്ലത്തിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ ഒരു 5-6 കൊല്ലം കൂടി കഴിഞ്ഞാൽ അവർ വീണ്ടും പിന്നെ പുതിയ ആളെ പറയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 10 കൊല്ലം കൂടുമ്പോൾ ഓരോ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നവരെയും ഈ ലോകത്തിൻ്റെ തദ്ബീർ, മുദബ്ബിറുൽ ആലം, ഈ ലോകം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണെന്ന് പറയുമ്പോൾ എത്ര വലിയ കൊടുംപാതകമാണ്, എത്ര വലിയ അപരാധമാണ്. മക്കയിലെ മുശ്രിക്കുകളോട് ഇങ്ങനെ ചോദിപ്പിച്ച് അവരെ കൊണ്ട് ആൻസർ പറയിപ്പിച്ച് നബിയോട് പറയുന്നു, നബിയെ അൽഹംദുലില്ലാ പറഞ്ഞോ. എന്നിട്ട് അള്ളാഹിൻ്റെ ചോദ്യം ഫഅന്നാ യുഫകൂൻ, അവരെങ്ങനെ തെറ്റിപ്പോയി? അതൊരു അത്ഭുതമാണ്. കാരണം അള്ളാഹുവാണ് ഇതൊക്കെ പടച്ചതെന്ന് അവർക്ക് എന്തുണ്ട്? വിശ്വാസമുണ്ട്. എന്നിട്ട് അവരെന്തേ അള്ളാഹുവിന് ഉലൂഹിയത്ത് കൽപ്പിക്കാത്തത്, അള്ളാഹുവിന് ആരാധനകൾ നൽകാത്തത്? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. കാരണം എന്താ? നിങ്ങൾക്ക് ഇത്രയൊക്കെ തിരിഞ്ഞു, പിന്നെന്താ ഇത് തിരിയാഞ്ഞത്? സഹോദരങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതാരാണോ ആ റബ്ബിനാകണം എന്ത് കൊടുക്കേണ്ടത്? ഉബൂദിയത്ത് കൊടുക്കേണ്ടത്. ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധനകൾ നൽകേണ്ടത്. അല്ലെങ്കിൽ ഉലൂഹിയത്ത്, ആരാധനകൾ വെച്ച് കൊടുക്കേണ്ടത് ആ റബ്ബിനാകണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ എന്തു പറഞ്ഞത്? അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ പറ്റി പറയാൻ. ഒന്നാമത് എന്താ പറഞ്ഞത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ അവർക്ക് എന്തുണ്ട്? ആ ആയത്തിൻ്റെ ജവാബ് എങ്ങോട്ടാണ് പോണത്? ലാസ്റ്റ് ഭാഗത്തേക്കാണ്. ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, ബുദ്ധിയുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. ഏതിൽ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ എന്താണ് നമുക്ക് ചിന്തിക്കാനുള്ളത്? ആകാശത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ അല്ലേ, ആകാശത്തിൻ്റെ ഉയർച്ച, ആകാശത്തിൻ്റെ വിശാലത, ആകാശത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. അള്ളാഹിനെ പറ്റി പറയാണ്, അള്ളാഹു അനുഗ്രഹീതനാണ്. എങ്ങനെയുള്ള റബ്ബാണ്? ആകാശലോകത്ത് ബുറൂജുകളെ സംവിധാനിച്ചവൻ. എന്താണ് ബുറൂജ് എന്ന് പറഞ്ഞാൽ? നക്ഷത്ര കൂട്ടങ്ങൾക്കാണ് ബുറൂജ് എന്ന് പറയുക, അതായത് ഗാലക്സികൾക്ക്. അങ്ങനത്തെ കോടിക്കണക്കിന് ഗാലക്സികൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള കോടിക്കണക്കിന് ഗാലക്സി കൂട്ടങ്ങളെയാണ് അള്ളാഹു എവിടെ വെച്ചിരിക്കുന്നത്? ആകാശലോകത്ത് വെച്ചിരിക്കുന്നത്. 7 ആകാശങ്ങളെ ഇസ്ലാം പരിചയപ്പെടുത്തുമ്പോൾ അതിൽ 1 ആകാശത്തിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യനെത്താൻ പറ്റൂല എന്നാണ്. അതിൻ്റെ അറ്റം പോലും മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആലോചിച്ച് നോക്ക്. 1 ആകാശത്തിൻ്റെ അറ്റത്തെത്താൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആകാശം പ്രവിശാലമാണ്, അത് വിശാലതയുള്ളതാണ്. അതിലേക്ക് മനുഷ്യന് സഞ്ചരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ പറഞ്ഞെന്നറിയോ, ഒരു 1000 നക്ഷത്രങ്ങളെ പ്രപഞ്ചത്തിലുള്ളൂ എന്നാണ്, ആകാശത്തുള്ളൂ എന്ന്.
എന്നാൽ ദൂരദർശിനിയും സൂക്ഷ്മദർശിനിയൊക്കെ വന്നപ്പോൾ എന്തായി? അതിൻ്റെ കണക്ക് കോടികളായി. ഇനിയും മനുഷ്യൻ്റെ ബുദ്ധി വികസിക്കും. പ്രപഞ്ചത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രപഞ്ചം എന്തു ചെയ്യും? എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രപഞ്ചം. ഇതുപോലെ മനുഷ്യൻ്റെ ബുദ്ധി. മനുഷ്യൻ്റെ ബുദ്ധിക്കും എന്തുണ്ട്? ഒരു എക്സ്പാൻഷൻ ഉണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി പഠിക്കും തോറും വികസിക്കുമെന്നാണ്. അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധി വികസിക്കുന്നതനുസരിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും. ഈ കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യൻ എന്തു ചെയ്യും? പ്രപഞ്ചത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്തു ചെയ്യും? മനുഷ്യനെത്തും. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിയും തോറും പുതിയ പുതിയ കണ്ടെത്തലുകൾ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അതിലൂടെ അള്ളാഹുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ പറയാണ്, ഈ ആകാശത്തെപ്പറ്റി അള്ളാഹ് പറഞ്ഞെന്താ? ആകാശം തൂണുകളില്ലാതെയാണ്. ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾ കാണുന്ന ഈ ആകാശത്തിന് എന്തില്ല? തൂണുകളില്ല. മറ്റൊരിടത്ത് അള്ളാഹ് പറഞ്ഞത് അത് സഖ്ഫുൻ മഹ്ഫൂദ്, അത് സുരക്ഷിതമായ ഒരു കോട്ടയാണ്, ഒരു മേൽക്കൂരയാണെന്ന് പറഞ്ഞു. കൂടുതലും തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ, ആകാശത്തിൻ്റെ വിശാലത നോക്കൂ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്തിനാണ്? ആകാശം നമ്മൾ പഠിച്ചാൽ ഈ ആകാശം വെറുതെ ഉണ്ടായതല്ല. ഈ ആകാശം ഇത്രയും വലിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് എന്തുണ്ട്? ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം എന്തിനു വേണ്ടി വെച്ചു? ആ സിസ്റ്റം ആര് വെച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ ഉറപ്പായും ഒരു മനുഷ്യൻ ആരെ കണ്ടെത്താൻ കഴിയും? അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. ഇനി നമ്മുടെ ഭൂമി എടുത്തു നോക്കൂ. ഭൂമി മറ്റ് ഗോളങ്ങളെ അപേക്ഷിച്ച് ഭൂമി മനുഷ്യന് ജീവിക്കാൻ യോഗ്യമാക്കി തന്നു അല്ലാഹ്. ഈ ഭൂമി അല്ലാത്തൊരു സ്ഥലത്ത് എന്തുകൊണ്ട് മനുഷ്യൻ വന്നില്ല? നമുക്ക് ചിന്തിക്കാമല്ലോ. ഭൂമി അല്ലാത്തൊരു സ്ഥലത്ത് മനുഷ്യൻ വന്നില്ല. ഭൂമി ഉള്ളിടത്തേക്ക് മനുഷ്യൻ എന്തുകൊണ്ട് വന്നു? എത്രയോ പഠനങ്ങൾ നടന്നു. ഭൂമി അല്ലാത്തൊരിടത്ത് മനുഷ്യന് വാസയോഗ്യമാക്കാൻ വേണ്ടിയുള്ള പഠനങ്ങൾ നടന്നു. പക്ഷെ ഇതുവരെ സക്സസ് ആയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മാത്രമാണ് ലോകാവസാനം വരെ മനുഷ്യർക്ക് വാസയോഗ്യമായി ജീവിക്കാൻ സംവിധാനിച്ചു തന്നിട്ടുള്ളത്. കാരണം എന്താ? ആദം നബീനെ പുറത്താക്കിയപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? സൂറത്തുൽ ബഖറയിലേക്കൊന്ന് വരി. സൂറത്തുൽ ബഖറയിലേക്കൊന്ന് വരി തിരിച്ച്. സൂറത്തുൽ ബഖറയിലെ 36-ാമത്തെ ആയത്തിലേക്ക് 36. എന്തുകൊണ്ട് ചന്ദ്രനിലേക്ക് ആദം നബീനെ പറഞ്ഞയച്ചില്ല? എന്തുകൊണ്ട് ചൊവ്വയിലേക്ക് ആദം നബിയെ പറഞ്ഞയച്ചില്ല? എന്തുകൊണ്ട് മറ്റു ഗോളങ്ങളിലേക്ക് ആദം നബിയെ പറഞ്ഞയച്ചില്ല? എന്താണ്? സൂറത്തു ബഖറയിലെ 36-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹ് പറയുന്നു, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് ഭൂമിയിൽ എന്തുണ്ട്? മുസ്തഖർ. എന്താ മുസ്തഖർ എന്ന് പറഞ്ഞാൽ? സ്ഥിരമായി താമസിക്കാൻ കഴിയുന്ന ഒന്ന് എവിടെയാണ് നിങ്ങൾക്കുള്ളത്? ഭൂമിയിലാണ്. ചൊവ്വയിൽ പോയാൽ കുറച്ച് ദിവസമൊക്കെ താമസിക്കാം, പക്ഷെ മുസ്തഖർ കിട്ടൂല, ഇസ്തിഖ്റാർ കിട്ടൂല. സ്ഥിരമായി അവിടെ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റൂല? കഴിയാൻ പറ്റൂല, തിരിച്ചു പോരണം. എന്നാൽ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തുണ്ട്? മുസ്തഖറുണ്ട്, സ്ഥിരമായി അവിടെ താമസിക്കാം. വമതാഉൻ, വിഭവങ്ങളുണ്ട്. ഇലാ ഹീൻ, ഒരു സമയം വരെ, അല്ലാഹ് നിശ്ചയിച്ചൊരു സമയം വരെ അവിടെ വിഭവങ്ങളുണ്ട്, അവിടെ വാസയോഗ്യമാണ്. പക്ഷെ ഭൂമി അല്ലാത്തൊരിടത്തും വാസയോഗ്യമല്ല. അപ്പം ഭൂമിയെ മാത്രം ഇങ്ങനെ വാസയോഗ്യമാക്കി തന്നത് ആരാണ്? അള്ളാഹുവാണ്. അതിനുശേഷം അല്ലാഹ് നേരെ തിരിച്ചെങ്ങോട്ട് പോവാണ്? പിന്നെ അല്ലാഹ് പറയുന്നു, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ മാറ്റം, രാവും പകലും മാറി മാറി വരുന്നതിനെപ്പറ്റി എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ബുറൂജിലെ നേരത്തെ ഓതിയ ആയത്തിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ. ഈ ആയത്ത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു ആയത്താണ്. അതായത് ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അള്ളാഹുവിന് നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അള്ളാഹു രാവിനെയും പകലിനെയും എന്ത് ചെയ്യുന്നു? മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു പോയിൻ്റാണ് ഏത്? രാവും പകലും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് രാവിലെയായി, ഇന്ന് വൈകിട്ട് രാത്രിയാവും, നാളെ വീണ്ടും രാവിലെയാവും, വീണ്ടും രാത്രിയാവും. എന്താണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പകൽ വരുന്നു, രാത്രി വരുന്നു, വീണ്ടും പകൽ വരുന്നു, വീണ്ടും രാത്രി വരുന്നു. എന്തിനാ ഇപ്പം ഇങ്ങനത്തെ ഒരു റൊട്ടീൻ, ഇങ്ങനെ റൊട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതിനൊരു ലക്ഷ്യമുണ്ടല്ലോ. ഇനി പകല് മാത്രമാണ് അള്ളാഹു തന്നിരുന്നതെങ്കിലോ? ഇവിടെ വർഷം കണക്കാക്കാൻ പറ്റൂല, ദിവസം കണക്കാക്കാൻ പറ്റൂല, മനുഷ്യനിവിടെ ജീവിക്കാൻ
കഴിയൂല. അള്ളാഹ് അതിനെന്ത് ചെയ്തു? രാത്രിയെ നൽകി. രാത്രി മാത്രമാണ് തന്നിരുന്നതെങ്കിലോ ഇവിടെ മനുഷ്യനിവിടെ സമ്പാദിക്കാനോ ജീവിക്കാനോ റിസ്ക് നേടാനോ കഴിയുമായിരുന്നില്ല. അപ്പം മനുഷ്യൻ എന്ന സൃഷ്ടിക്ക്, അവൻ്റെ സൃഷ്ടിപ്പിനും മറ്റു മുഴുവൻ പടപ്പുകൾക്കും അനുയോജ്യമായ രൂപത്തിലാണ് അള്ളാഹു എന്ത് ചെയ്തത്? രാവിനെയും പകലിനെയും സംവിധാനിച്ചത്. ഈ രാത്രിയും പകലും ഈ രണ്ട് പ്രതിഭാസങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു പടപ്പിനെയും അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല? ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. രാവ് പറ്റാത്ത, പകല് പറ്റാത്ത ഒരു പടപ്പ് ഈ ദുനിയാവിലുണ്ടാവില്ല. അള്ളാഹ് പടച്ച മുഴുവൻ പടപ്പുകൾക്കും എന്തു വേണം? പകല് ആവശ്യമാണ്, രാത്രി ആവശ്യമാണ്. അതില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ നോക്കൂ, പകലിൽ നമ്മൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, രാത്രിയിലും അള്ളാഹുവിന് എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നു. അപ്പം രാവിലും പകലിലും അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സുജൂദും റുക്കൂഉം നമസ്കാരങ്ങളും ഇബാദത്തുകളും നമ്മൾ ചെയ്യണം. സഹോദരങ്ങളെ, രാപ്പകലുകൾ മാറി മാറി വരുന്നത് നമുക്കൊരുപാട് മെസ്സേജുകൾ നൽകുന്നുണ്ട്. നമ്മൾ സങ്കടം വരുമ്പോൾ നമ്മൾ പറയും സങ്കടം എപ്പോഴും ഉണ്ടാവില്ല. കാരണം എന്താ? പകലിന് രാത്രിക്കൊരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ എന്ത് വരും? വെളിച്ചം വരും. ആ വെളിച്ചം കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ഇരുട്ട് വരും. ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാവും? സങ്കടം ഉണ്ടാവും, പിന്നെ സന്തോഷം വരും, അല്ലേ? കരച്ചിലുണ്ടാവും, പിന്നെന്ത് വരും? ചിരി വരും. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ രാവും പകലും മാറുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതം എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കുമെന്നാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലക്കിൻ്റെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നതാണ്. ഫലക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നറിയോ? ഇരുട്ടിൽ നിന്ന് പ്രകാശത്തെ പിളർത്തിക്കൊണ്ടുവരുന്നവനെന്നാണ് ഫലക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ കാളിമയിൽ നിന്ന് പ്രകാശത്തിൻ്റെ കിരണങ്ങളെ അള്ളാഹ് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ടാണ് അള്ളാഹുവിനോട് എന്ത് ചോദിക്കണത്? 4 ഷെറിൽ നിന്ന് അഭയം ചോദിക്കണത്. എല്ലാ പടപ്പുകളുടെയും ഷെറിൽ നിന്ന്, രാത്രിയുടെ ഷെറിൽ നിന്ന്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിൽ നിന്ന്, അസൂയാലുക്കളുടെ ഷെറിൽ നിന്ന്. ഇതൊക്കെ മുഴുവൻ ഇരുട്ടുകളാണ്, അന്ധകാരങ്ങളാണ്, ഷെറുകൾ മുഴുവൻ. ആ ഷെറിൽ നിന്ന് രക്ഷ ചോദിക്കാൻ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തെ ഊരിക്കൊണ്ടുവന്നവനെന്ന അള്ളാഹുവിൻ്റെ സിഫത്തിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം രാവും പകലും മാറി മാറി വരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എടാ, എന്നും രാത്രിയാകൂല, എന്നും നിനക്ക് വിഷമം ഉണ്ടാവില്ല, നിനക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. അള്ളാഹു ഈ രാവിനെയും പകലിനെയും സൃഷ്ടിച്ചത് അതുകൊണ്ടാണ്. അതിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മനുഷ്യൻ്റെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനി നോക്കൂ, അള്ളാഹ് പറയണം വൽ ഫുൽക്ക്. എന്താ ഫുൽക്ക് എന്ന് പറഞ്ഞാൽ? കപ്പൽ. കപ്പലിന് പറയണ മറ്റൊരു പേരാണ് ഫുൽക്ക്. ഫലക്കല്ല, ഫുൽക്ക്. ഫലക്കാവുമ്പോൾ അർത്ഥം ഗോളങ്ങൾക്കാണ് ഫലക്കെന്ന് പറയുക. വൽ ഫുൽക്കില്ലത്തി തജിരി. എങ്ങനെയുള്ള ഫുൽക്കാണ്? തജിരി, ഒഴുകുന്ന, ഓടുന്ന. നമ്മൾ സ്വർഗത്തെ പറ്റി പറയുമ്പോൾ പറഞ്ഞില്ല, ജന്നാത്തുൻ തജിരി മിൻ തഹ്തിഹൽ അൻഹാർ, പുഴകൾ ഒഴുകുന്ന സ്വർഗം. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ സഞ്ചരിക്കുന്ന, ഒഴുകുന്ന കപ്പൽ. ഫിൽ ബഹർ, കടലിൽ. ബിമാ യൻഫഉൻ നാസ, ജനങ്ങൾക്ക് ഉപകാരം നൽകുന്നതും കൊണ്ട്. അപ്പം ജനങ്ങൾക്ക് ഉപകാരം നൽകുന്ന സാധനം കൊണ്ടാണ് കപ്പലിൽ എന്ത് ചെയ്യുക? സാധനങ്ങൾ കയറ്റി പോവുക, അല്ലേ? ഏറ്റവും ചീപ്പസ്റ്റായി സാധനങ്ങൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ കഴിയുന്ന, ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് ഏത്? കടൽ, ഷിപ്പിംഗ്. ആ കടലിലൂടെ കൊണ്ടുപോണ കണ്ടെയ്നറുകളിലുള്ള സാധനം എന്താണ്? ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളതും കൊണ്ടുപോകുന്ന കപ്പൽ. അതെന്താണ്? അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. സുബ്ഹാനല്ലാഹ്. കപ്പലിനെ പോലും അള്ളാനെ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു കാരണാക്കി. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ശക്തമായ തിരമാലകളെ ഭേദിച്ച് ഒരു കപ്പലിന് അപ്പുറത്തെത്താൻ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ആ കപ്പലിന് കടലിനെ വിധേയമാക്കി കൊടുത്തത് ആരാണ്? അള്ളാഹുവാണ്. കാരണം മക്കയിലെ മുശ്രിക്കുകൾക്കറിയാം അവർ കടലിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ആ കടലിൽ കാറ്റും ഓളവും വന്നാൽ അവർക്കറിയാം ഈ കാറ്റും ഓളത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആർക്കേ കഴിയൂ? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പോൾ അവർ അള്ളാഹനെ ആത്മാർത്ഥമായി വിളിക്കുമെന്നാണ്. അപ്പോൾ ഒരു ശക്തമായ കാറ്റും ഓളവും അവരെ ബാധിക്കുമ്പോൾ അവർക്കറിയാം ഈ കടലിൻ്റെ റബ്ബിന്, ഈ കപ്പലിൻ്റെ നിയന്ത്രണാധികാരമുള്ള റബ്ബിനെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ.
അപ്പം കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ അവർ അള്ളാഹുവിനെ ഓർക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, മക്കയിലെ മുശ്രിക്കുകളോട് കപ്പലിനെ പറ്റി പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല. മക്കയിലെ മുശ്രിക്കുകളോട് കപ്പലിനെ പറ്റി പറഞ്ഞത്, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ അള്ളാഹിനെ മാത്രം വിളിക്കണ സമയമുണ്ട്. അതുകൊണ്ട് അവരോട് പറഞ്ഞു കപ്പൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അതിനുശേഷം അള്ളാഹ് പറയുന്നു വമാ അൻസൽ അല്ലാഹ്, അള്ളാഹു ഇറക്കി, മാ അൻസൽ അല്ലാഹ്, അള്ളാഹു അൻസല ഇറക്കുകയും ചെയ്തു, മിനസ്സമാ ആകാശത്ത് നിന്ന്, മിമ്മാ വെള്ളത്തെ ഇറക്കി. ആ വെള്ളത്തെ ഇറക്കിയത് കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തു, ഫഅഹ്യാ ആ വെള്ളം കൊണ്ട് ജീവിപ്പിച്ചു, ബിഹി ബിഹി എന്ന് പറഞ്ഞാൽ ഏതാ, വെള്ളം, അൽ അർള ഭൂമിയെ അള്ളാഹു ജീവിപ്പിച്ചു, ബഅദ മൗതിഹാ അത് വരണ്ട് ഉണങ്ങി മയ്യത്തായി കിടക്കുന്നതിന് ശേഷം. അപ്പോൾ ഭൂമി മൗത്തായിരുന്നു. ആ മൗത്തായ ഭൂമിയെ അള്ളാഹു ജീവനുള്ളതാക്കിയത് എങ്ങനെയാണ്, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഭൂമിക്ക് ജീവൻ നൽകണമെങ്കിൽ എന്തു വേണം, മഴ വേണം, വെള്ളം വേണം. എന്നാലേ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന സസ്യങ്ങളും വിത്തുകളും ഉണങ്ങി വരണ്ടുപോയ സംഗതികൾ എന്തു ചെയ്യുക, ഉയർന്നു വരിക. ഈ ഒരു പ്രതിഭാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിൻ്റെ ഉദാഹരണമാക്കി പറഞ്ഞു, മനുഷ്യനെ അള്ളാഹു ഇതുപോലെയാണ് എന്തു ചെയ്യുക, ഖിയാമത്ത് നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു വരിക. വരണ്ടു പോയ ഒരു ഭൂമിയെ അള്ളാഹു ജീവനുള്ളതാക്കുന്നത് എങ്ങനെയാണ്, ഇതുപോലെയാണ് മനുഷ്യരെ നിങ്ങൾ മുഴുവൻ മയ്യത്തായി ഖബറിലായാലും ആ ഖബറിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഒരു മഴ പെയ്ത് സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നത് പോലെ നിങ്ങൾ ഖബറുകളിൽ നിന്ന് എന്തു ചെയ്യും, എഴുന്നേറ്റ് വരുമെന്നാണ്. അപ്പോൾ ഈ ഒരു സംഗതി ഇവിടെ ഇല്ലയെന്ന് വിചാരിക്കുക, ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നില്ല, എന്തായിരിക്കും അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇവിടുത്തെ ഭരണാധികാരികൾ കഴിഞ്ഞ കുറേ ആഴ്ചകളോളം അവസാനത്തെ ഖുത്ബയിൽ ഇസ്തിഗ്ഫാറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്തിഗ്ഫാർ തേടാൻ പറഞ്ഞു ഓരോ ഭരണാധികാരിയും. കാരണം ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം വീണ് കിട്ടാൻ എത്രയോ നാളായി നമ്മുടെ നാട് ഒരു തുള്ളി മഴവെള്ളം വീണ് കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു. മോട്ടറും പൈപ്പും പമ്പും എല്ലാ സ്ഥലങ്ങളിൽ സുസജ്ജമായി വെച്ചിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു, ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നില്ല. അപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തിട്ടില്ലെങ്കിൽ ഈ ഭൂമിക്ക് വളർച്ച ഉണ്ടാവില്ല, ആ നാട് ശോഷിച്ചു പോകും, ആ നാട് ഇല്ലാതായി പോകും. അപ്പം അങ്ങനെയുള്ളൊരു സംവിധാനത്തെ അള്ളാഹ് എന്ത് ചെയ്തിരിക്കുകയാണ്, അള്ളാഹിനെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുകയാണ്. അതിനുശേഷം അള്ളാഹ് പറഞ്ഞു വബസ്സ ഫീഹാ ആ ഭൂമിയിൽ അള്ളാഹു വ്യാപിപ്പിച്ചു. ബസ്സ യബുസ്സു ബസ്സൻ, ബസ്സ എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിച്ചു. മിൻ കുല്ലി ദാബ്ബ എല്ലാവിധ ജന്തുജാലങ്ങളെയും. ദാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയുടെ മേലെ നടക്കുന്ന ഏതൊരു വസ്തുവിനെയും, ജീവനുള്ള വസ്തുവിനെയും എന്താ പറയുക, ദാബത്താണ്. മനുഷ്യൻ ദാബത്താണ്, മൃഗങ്ങൾ ദാബത്താണ്, ജന്തുജാലങ്ങൾ ദാബത്താണ്. പ്രാണികൾ മുതൽ ഏറ്റവും വലിയ ഭൂമിയിലെ സൃഷ്ടികളും ആരാണ്, ദാബത്താണ്. ഭൂമിയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന എല്ലാത്തിനും എന്തു പറയും, ദാബത്ത് എന്ന് പറയും. അപ്പോൾ എല്ലാവിധ ദാബത്തുകളെയും ഭൂമിയിൽ വ്യാപിപ്പിച്ചു. വതസ്രീഫിർ റിയാഹ് കാറ്റുകളുടെ ഗതി നിയന്ത്രണം. കാറ്റ് എന്തെല്ലാം കാറ്റുകളുണ്ട്, ഇളം കാറ്റുണ്ട്, ശീതക്കാറ്റുണ്ട്, ഉഷ്ണക്കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ചുഴലിക്കാറ്റുണ്ട്. അങ്ങനെ ഓരോ കാറ്റുകളുണ്ട് അള്ളാൻ്റെ കയ്യിൽ. അത് അള്ളാഹ് എന്ത് ചെയ്യും, ചിലർക്ക് അനുഗ്രഹമായി കൊടുക്കും, ചിലർക്ക് ശിക്ഷയായി കൊടുക്കും. അനുഗ്രഹമായിട്ട് മഴയെ അയക്കാൻ അള്ളാഹ് എന്താ ഉപയോഗിക്കുക, കാറ്റിനെ അയക്കുക. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാഹ് എന്തിനെ ഉപയോഗിക്കുക, കാറ്റിനെ അയക്കുക. ഒരു സമൂഹത്തെ പരീക്ഷിക്കാൻ അള്ളാഹ് എന്തിനയക്കും, കാറ്റിനയക്കും. എത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാറ്റടിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്ര പേര് കാറ്റടിച്ച് വീശിയപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് കാറ്റിൻ്റെ ആ ഒരു തണുപ്പോ ചൂടോ എന്തോ ആകട്ടെ, ആ കാറ്റ് നമ്മുടെ ശരീരത്ത് വന്ന് സ്പർശിച്ചപ്പോൾ നമുക്ക് ഇതുവരെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഉർസിൽത ബിഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഉർസിൽത ബിഹി. അല്ലാഹുവേ അതിൻ്റെ ഖൈറ്, അതെന്തിനു വേണ്ടിയാണോ അയച്ചത് അതിൻ്റെ ഖൈറ്. അല്ലാഹുവേ അതിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു, അതെന്തിനു വേണ്ടി അയച്ചു അതിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. ചിലപ്പോൾ നമ്മൾ പറയും ഒരു കാറ്റടിച്ചതാണ്, പിന്നെ ഇന്നത്തെ ദിവസം പോയി. എന്താ, കാറ്റടിച്ചാൽ പിറ്റേ ദിവസം പനിയായിട്ടുണ്ടാവും, നമ്മളങ്ങനെ പറയാം അല്ലേ? അപ്പം കാറ്റുകൊണ്ട് ചിലപ്പോൾ രോഗം തരും, കാറ്റുകൊണ്ട് ചിലപ്പോൾ റഹ്മത്ത് തരും. അപ്പം കാറ്റിൻ്റെ ഗതി നിർണയം ആരുടെ കയ്യിലാണ്? അള്ളാൻ്റെ കയ്യിലാണ്. അത് അവരോട് പറയുമ്പോൾ അവർക്ക് മക്കയിലും മുശ്രിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ
ആ കപ്പൽ യാത്രയുടെ ഗതി നിയന്ത്രണത്തിൽ കാറ്റിനെന്തുണ്ട്? വലിയ പങ്കുണ്ട്. അതിനുശേഷം പറഞ്ഞത് എന്താണ്? വസ്സഹാബിൽ മുസഖർ, വസ്സഹാബിൽ മുസഖർ. വസ്സഹാബ് എന്ന് പറഞ്ഞ മേഘം. എങ്ങനെയുള്ള മേഘം? മുസഖർ, നിയന്ത്രിക്കപ്പെടുന്ന മേഘം. ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കപ്പെടുന്ന മേഘമുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യണവരാണ് നമ്മൾ, അല്ലേ? ഫ്ലൈറ്റ് സഞ്ചരിക്കുന്നത് പോലും അതിൻ്റെ മുകളിലൂടെയാണ്, മേഘങ്ങൾക്ക് മുകളിലൂടെയാണ്. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ അള്ള എന്ത് ചെയ്തിട്ടുണ്ട്? നിയന്ത്രിക്കപ്പെടുന്ന മേഘങ്ങളെ വെച്ചിട്ടുണ്ടെന്നാണ്. മഴക്കാറുമായി മഴവെള്ളവുമായി സഞ്ചരിക്കുന്ന മേഘങ്ങളുണ്ട്. അതേപോലെ തന്നെ ആ മേഘങ്ങൾക്ക് മലക്കുകളുടെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ്. ഓരോ മേഘങ്ങൾക്കും എന്തുണ്ട്? മലക്കുകളുടെ ഉത്തരവാദിത്വമുണ്ട്. അപ്പം മലക്കുകൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിപ്പിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ കാണുന്ന ആളുകൾക്ക് എന്താണ്? ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ. എല്ലാ മനുഷ്യർക്കും ബോധം വരില്ല. പിന്നെയോ ചിന്തിക്കുന്ന സമൂഹത്തിന് ലആയാത്ത്, ഇതൊക്കെ ദൃഷ്ടാന്തമാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് എന്തുണ്ട്? ബുദ്ധിമാന്മാർക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ പറഞ്ഞതോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അവർ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ. അവർ പറയും സുബ്ഹാനല്ലാഹ്, ആകാശത്തെ നോക്കിയിട്ട്, ഭൂമിയെ നോക്കിയിട്ട്, നക്ഷത്രങ്ങളെ നോക്കിയിട്ട്, സൂര്യനെയും ചന്ദ്രനെയും ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രതിഭാസങ്ങളെയും നോക്കിയിട്ട് അവർ പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. റബ്ബേ, ഇതൊന്നും നീ വെറുതെ ഉണ്ടാക്കിയതല്ല. സുബ്ഹാനക്, നീ എല്ലാം തികഞ്ഞവനാണ്, ന്യൂനതകളില്ലാത്തവൻ, എല്ലാം തികഞ്ഞ കാമിലായ റബ്ബേ. സുബ്ഹാനക് ഫഖിന അദാബന്നാർ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ കാണുന്ന പ്രപഞ്ചത്തെ കണ്ട് റബ്ബിനെ തിരിച്ചറിഞ്ഞ് ഇത് റബ്ബിൻ്റെ സൃഷ്ടിയാണ്, റബ്ബിന് മാത്രമാണ് ആരാധനകൾ നൽകേണ്ടത് എന്നൊരാൾ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ അവനുള്ള രക്ഷയാണ് വഖിന അദാബന്നാർ, നരകത്തിൽ നിന്നുള്ള രക്ഷ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് സ്ഥാപിക്കാൻ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് ആവശ്യമാണ്. അള്ളാഹുവാണ് ഇതെല്ലാം പടച്ചതെന്ന് ജനങ്ങളെ പഠിപ്പിക്കുമ്പോഴാണ് അള്ളാഹു മാത്രമാണ് ആരാധനകൾക്കും ഇബാദത്തുകൾക്കും അർഹനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഇബാദത്തുകളും എല്ലാ സമയത്തും അള്ളാഹുവിന് മാത്രം നൽകിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി നാളെ പരലോകത്ത് കടന്നു വരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈയൊരു ഇരുത്തവും സമയവും അള്ളാഹു സുബ്ഹാനഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മീസാനിൽ കനം തൂങ്ങുന്നൊരു നന്മയാക്കി മാറ്റട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈയൊരു സദസ്സ് അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.